ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളെ കാർസ് ഫോർ സെയിലാണ്. അപ്പോൾ ഇന്ന് ഓപ്ഷൻ ഉണ്ട് കേട്ടാ. ഇന്ന് കാർ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫീസിൽ പെട്ടെന്ന് പോയിട്ട് കുറച്ച് വണ്ടി സെയിലാക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് ഈ പുതിയ വന്ന ഓടി എടുത്തിട്ട് നമുക്ക് വിൽക്കാടാം. പിന്നെ നമുക്കിന്ന് ഒരു വേർഡും വാങ്ങിക്കണം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു വേർഡും വാങ്ങിക്കണം. അല്ല, എംബോറിക്കിലൊന്ന് മോഡിഫൈ ചെയ്യാനുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. എടാ, നമുക്ക് ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് കയറ്റാം. പെട്ടെന്നൊന്ന് വിറ്റുപോയാൽ മതിയായിരുന്നു. കാരണം ഇടിക്കല്ലേ ഇടിക്കല്ലേ. ഓക്കെ, അപ്പോ ഇതും കൂടി വെക്കാട്ട. ഈ കാർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷന് ഏറെക്കുറെ എല്ലാ കാറും വിളിക്കാനുള്ള കാശിന് നമുക്ക് കിട്ടും. ഈ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ തന്നെ. അവിടെ ഇല്ലടാ, ഈ വണ്ടിക്ക് വില കുറവാ. ഈ ഓടിക്ക് എന്താ ലംബോർഗിനിക്ക് പണിയല്ലോ ഉണ്ടാ. ഈ ലംബോർഗിനി 3,50,000 അടുത്തത്. ഈ ലംബോർഗിനി 3,40,000. അപ്പൊ ഈ വണ്ടിയിൽ നമുക്ക് പണിയേണ്ടി വരിക. നോക്കട്ടെ ആ വണ്ടി എത്ര അടുത്തെന്ന് നോക്കട്ടെ. ആ ലംബോർഗിനി വില കൂടിയ വണ്ടി ഞാൻ കൈ വെക്കത്തുള്ളൂ. വില ഏറ്റവും കാശ് കൊടുത്ത് എടുത്ത വണ്ടി മാത്രം. ഓക്കെ, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുത്ത് എടുത്ത വണ്ടി. കസ്റ്റമർ ഒന്ന് വന്ന്. കസ്റ്റമർ എങ്ങനെ വരിക? കട അടച്ചിട്ടിരിക്കല്ലേ. നിനക്ക് ഈ കടം തുറന്നുവിടറാ. ഒന്നില്ലെങ്കിലും മാനേജറിന്റെ ഡ്രസ് തൊട്ട് നിൽക്കുന്നതല്ലേ. ഓക്കെ, ഇതാണ് അപ്പം നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് കേട്ടോ. ആ ലംബോർഗിനിയല്ല. ഈ ഓപ്ഷൻ എനിക്കൊരു CTR കിട്ടിയാൽ മതിയിരുന്നു. CTRലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി ഓക്കെ, ലംബോർഗിനി പണി അതുകൂടെ ഇരിക്കട്ടെ. ഓക്കെ, സെറ്റ്. കസ്റ്റമർ വന്നിട്ടുണ്ട് കടയിൽ കേട്ടാ. 1 മണിയാവാനായി. അയ്യോ, പറഞ്ഞ കാശ് എടുത്തോ, വണ്ടി എടുത്തോ. ഞാൻ ടൈം വെച്ച് പാർക്കിംഗ് 40,000. എടുത്തോ എടുത്തോ എടുത്തോ, ഒരു പ്രശ്നമില്ല. നല്ല വണ്ടിയാ. എടാ തോള് എൻ്റെ ഓപ്ഷൻ. എടാ പോടാ, പെട്ടെന്ന് എടുക്കടാ. 6 ലക്ഷം. ഓ പോ 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 പോ. അയ്യോ, 1 മണിയായി. ടിക്കറ്റ് തടാ നാറി. ഓനി വന്നേക്ക് ഞാൻ BMW ഞാനിങ്ങ് എടുത്തു. വേണ്ട ഓ വേണ്ട, വണ്ടി വേണ്ട. ഈ വണ്ടി വേണ്ട. വെച്ച് പോ, കൊണ്ടുപോകാനും പെട്ടെന്ന്. ലംബോർഗിനി എടുത്ത് വന്നോണ്ട് BMW കിട്ടി. നടന്ന് എന്തെങ്കിലും കിട്ടില്ലായിരുന്നു കേട്ടാ. ഇടന്ന് എഴുത്തൻ്റെ കട വേണ്ടി. അത്രേ ഉള്ളൂ. അയ്യി, എർബിക്കൊക്കെ വില കുറവാ. വേണ്ട. എടാ ഇതില്ലേ ആ ലിസ്റ്റിൽ കാണുന്ന ഈ 3 ഏതേലും വണ്ടി ഉണ്ടായിരുന്നു ഈ കൊള്ളായിരുന്നു. ഡോജ് റൈവർ, റിസാൻ GR3, മിസ്ഡ X7, ഏതെങ്കിലും ഒരു വണ്ടി. 11 ലക്ഷം ഉണ്ട് കയ്യിൽ. എന്തായാലും കിട്ടും. വരുന്നില്ലടാ. അയ്യേ, ഞാൻ പോണ്. എൻ്റെ BMW താടേ. എൻ്റെ ടിക്കറ്റിൻ്റെ കാശ് തിരിച്ചാടാന്നറി വരില്ല. ചെറ്റ ടിക്കറ്റിൻ്റെ കാശും പോയി.
യവന്മാരെ ആ വണ്ടി നിർക്കിടുന്ന ഈ കൊള്ളായിരുന്നു. ഇത് എത്തിച്ചേരണോ ഷോറൂമിൽ? ഇല്ലല്ലേ. ആ വണ്ടി ഇപ്പോൾ വരും. ആ വണ്ടി ഒന്ന് പണിക്കേറ്റിട്ട് പോവാം. കഴിഞ്ഞില്ലടേ. ചെറിയ വണ്ടിക്ക് ഇത്ര ഡിമാൻഡാ? ആ പണിയില്ല. കുഴപ്പമില്ല. ഈ വണ്ടി നമുക്ക് ഏറെ കൊണ്ടുപോയി പണിക്കയറ്റാം. ലംബോർഗിനി മോഡിഫൈ ചെയ്യാം. ഇതിന് റെഡ് അടിക്കാം. നമ്മളെ റെഡ് കളർ ഇല്ല. വയലറ്റ് ഉണ്ട്, ഒരു നിയോൺ, മറ്റേ നിയോൺ എന്നല്ല, വേറൊരു ടൈപ്പ് ബ്ലൂ ഉണ്ട്. 2 കളർ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. മോനെ പെയിന്റ് അടിക്കണം വണ്ടി. പോളിഷും ചെയ്തോ. ഓക്കെ, സെറ്റ്. ഇത് പൊടിയാണാ? നോക്കട്ടെ. ചളിയാണത്. ചളിയാണ് ഏട്ടശേ. വെറുതെ വണ്ടി പോളിഷ് ചെയ്ത് കാശ് കളഞ്ഞു. അങ്ങനെ റെഡ്. ഈ റെഡ് അല്ല. ഓക്കെ, ഈ റെഡ് ഫാക്ടറി കളർ ഇതാ. നമുക്ക് ഈ റെഡ് മതി. ഇനി വണ്ടി മോഡിഫൈ ആട്ടെ. ഇതും കൊണ്ടൊരു ഡ്രാഗ് റേസ് അടിക്കണം എന്ന്. ഡ്രാഗ് റേസ്. ഓക്കെ മോനെ, മോഡിഫൈ. വെള്ളം തന്നെ മതി. വീല് ആദ്യം വീലാട്ടെ. റിമ്മ് പറ്റിയാലേ കറക്റ്റ് റേഡിയോ ഇട്ടുള്ളൂ. ഓക്കെ, ഓക്കെ. ആ വീലിന് മതി. ടയറ് ഇതെടുക്കട്ടെ. ഡിസ്ക് കാണില്ലല്ലോ ഇതിന്. വെറുതെ ഡിസ്കിനെ കച്ചവടം. കാലിപ്പർ. നല്ല ബ്ലാക്ക് കാലിപ്പർ അടിച്ചാലേ നല്ല വേണ്ട. നമ്മൾ ഒരുക്കട്ടെ. എടുത്ത് കാണിക്കണം. വിൻഡോ ഇതിൻ്റെ അത്രേ വരൂ. ഇതാണ് ലംബോർഗിനിയുടെ മിറർ. ഏതാണ് ഇത്? സ്റ്റിയറിംഗ്. ഏതാണ് ലംബോർഗിനിയുടെ സ്റ്റിയറിംഗ്? ഇത് ബുഗാട്ടിയുടെ അല്ല. അത് മതി. ഓക്കെ, കിറ്റ് റേസിംഗ് കിറ്റാണ് ഞാൻ കയറ്റാൻ പോകുന്നത്. റേസിംഗ് കിറ്റ് തന്നെ, ഫുള്ള് റേസിംഗ് കിറ്റ് തന്നെ ചെയ്യുന്നുള്ളൂ ഞാൻ. കാർ സ്റ്റിയറിംഗ് ചെയ്ത് ഓക്കെ, എല്ലാം ചെയ്ത് അങ്ങനെ പോട്ടാടാ. ട്രാക്ക് റേസ് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ട്രാക്ക് റേസ് അടിക്കുന്നത് ഈ ലംബോർഗിനിയിലാണ്. ഒരഞ്ഞ ഇതല്ലേ ഡ്രാഗ് റേസിന്റെ സ്ഥലം? ഇതും കൊണ്ടൊക്കെ ആരുടെ ഡ്രാഗ് റേസ് അടിക്കാനും? അതേതാ വണ്ടി? കൊടുക്കളാണത്? അല്ല എടി, ഈ ഓടിയും കൊണ്ടാണ്. ഈ 2 വണ്ടിയാണ് കൊണ്ട് ഇപ്പൊ ഡ്രാഗ് റേസ് അടിക്കുന്നത്. നമ്മളിന്ന് ഈ ഓടിയാണ്. ഓടിയെന്നാ പറയുന്നത്. അതേ ഓടി. നമ്മളെ ഈ ലംബോർഗിനി കൊണ്ടാണ് ഡ്രാഗ് റേസ്. ഇതാണ് ലംബോർഗിനി. ഈ പെണ്ണിട്ടാണ് ഡ്രാഗ് റേസ്. ഈ പെണ്ണ് വേണേ വാ. എന്താണ് ബെറ്റ്? എന്താണ് ബെറ്റ്? കൂട്ടാൻ പറ്റും എനിക്ക്? 138. ഓ ആയിക്കോട്ടെ, 138. നമ്മ പിന്നെ വെറുതെ നേരം പോക്കിന് ഇന്നാണേ. രണ്ട് ഷെയ്ക്ക്. ഓക്കെ, നമ്മൾ ഡ്രാഗ് റേസ് തുടങ്ങാൻ പോവാണ്. ലംബോർഗിനി വേഴ്സസ് ഓടി. ഓ അവളുടെ ഓടി. എൻ്റെ ലംബോർഗിനി എടുക്കുന്നുണ്ട് അപ്പുറത്ത്. സ്റ്റാർട്ട് എഞ്ചിൻ. പവർ കൂടുതലാ. മെല്ലെ പോയില്ലെങ്കിൽ ഇപ്പൊ ലൈൻ കടന്നു പോവും.
ചിരിക്കുന്ന 3, 2, 1. ബെസ്റ്റ് ഷിഫ്റ്റ് ഏതാ? എടാ നൈട്രോക്കെ ഇതിപ്പോ എത്തുന്നുള്ള അതിന് ഇഞ്ചി പൊക്കഞ്ഞി തോന്നുന്നു കേട്ടോ. അതിന്റെ സൗണ്ട് കേട്ടായിരുന്ന. ഓക്കെ സിമ്പിൾ. ഇപ്പൊ നമ്മൾ ആ ഒരു ഡ്രാഗ് റേസ് ജയിച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഡ്രിഫ്റ്റ് റേസ് എന്ന് പറയുന്നത്. ഡ്രാഗ് റേസ്. പക്ഷെ ഇപ്പോഴും ഗിയറും മാറ്റം പഠിച്ചിട്ടില്ല ഞാൻ. അടുത്ത ഡ്രാഗ് റേസ് ആവട്ടെ. അപ്പോൾ ഞാൻ ഗിയറൊക്കെ മാറ്റം പഠിച്ച് ഞാൻ പ്രോ ആവും. കണ്ടോ? ഇനി അടുത്ത വരവിൻ്റെ ജിറ്റാറും കൊണ്ടാ. ജിറ്റാർ കിട്ടിയിട്ടാണ് ഇനി അടുത്തൊരു ഡ്രാഗ് റേസിന് ഞാൻ വരുന്നത്. ഓക്കെ. ആ പെണ്ണ് മുങ്ങി. ആ പെണ്ണ് ഓടി കണ്ടം പിടിച്ച്. നമ്മളപ്പോൾ സിമ്പിളായിട്ട് ആ ഡ്രാഗ് റേസും ജയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീട് വാങ്ങിക്കാൻ പോവാം. അല്ല, വീട് ഇവിടെ അല്ല, അവിടെ വീട്. ഇവിടെ ഏതിനൊരു വീട് കിട്ടുന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടോ ഏതിനും വീട് വെക്കാൻ? ഇല്ലാന്ന് തോന്നുന്നു. അല്ല, ബസ് സ്റ്റോപ്പിന് അടുത്ത് വിടണം. ബസ് സ്റ്റോപ്പിന് അടുത്ത് വിടണം. ആ നല്ലത്. ആ ഈ വീട് ഉക്കളാവണം ഏട്ടാ. ബോർഡ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ സെയില്. ഓക്കെ, അപ്പോൾ ഈ വീട് ഇതെങ്ങനെ എടുക്കാം? ആ ഓക്കെ, ഈ ഹൗസ് $60,000. ഓക്കെ, $60,000 കൊടുത്തിട്ട് ഞാൻ ഈ വീട് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ മോനെ സെറ്റപ്പ് തന്നെ കേട്ടോ ഇവിടെ. ഓ, വലിയ ബെഡ്, ഓഫീസ് ചെയർ എല്ലാം ഉണ്ട്. എന്നാൽ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോവാം. ഓഫീസ് മറ്റോ പൊട്ടിക്കോളും, പണിക്കാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഉറങ്ങി. 5,78,000 ഞാൻ ഉണ്ടാക്കി കേട്ടോ. റിച്ച്. നെക്സ്റ്റ് ഡേ. ഇവിടുന്ന് അപ്പം ഇനി നമുക്ക് എളുപ്പമാണ്. നേരെ ഇവിടുന്നും അല്ലെങ്കിൽ എളുപ്പം തന്നെയാണ്. ഇവിടെ നല്ല വല്ല വണ്ടി ഉണ്ടാകുന്ന നോക്കട്ടെ. എന്തായാലും വന്നല്ലേ വണ്ടിയും കൊണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പോവാം. നൈബർഹുഡ് ഇപ്പൊ കറക്റ്റ് നൈബർഹുഡായി. ആ ഓടി വില കുറവായിരിക്കും, പക്ഷേ ഞാനൊരു ഓടി ഷോറൂം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൺലി ഓടി. അപ്പോൾ അതിലോട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. 22 എന്താ പറയുന്നത്, 24 എന്താ പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇറങ്ങ വണ്ടിന്ന്. ഞാൻ അടിക്കൊന്നുമില്ല. ഓക്കെ, കൊള്ളാലേ. വില കൂടിയ വണ്ടിയാ കുറഞ്ഞ വണ്ടിയാ? 22,000. ഓ വേണ്ട. ഇതൊക്കെ ചക്രവണ്ടി. എടാ പട്ടി ഇടിച്ച് കയറ്റിട്ട് പോയി നാറി. പവർ ഞാൻ കാണിച്ചില്ല. ഒരു മിനിറ്റ്. ആ ലോറി എന്തിനാ? ഈ ലോറിയിൽ കയറ്റി എന്താണ്ടാവാ? നമുക്ക് കയറ്റി തന്നതില് എടാ അത് കൊള്ളാം. ഓക്കെ, നമ്മളപ്പോ റേസിംഗ് ട്രാക്കിലോട്ടാന്ന് തോന്നുന്നു കേട്ടോ പോയത്. ആ ലോറി കയറ്റിട്ട്
ഞാൻ എന്തായാലും ഒരു ട്രാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. റേസിംഗ് വാലി എന്തോ ഒരു വാലി ആയിരുന്നു. ഓ ഓ ഓടാ മോനെ സീൻ സ്ഥലം. ആടാ ഇത് ഡ്രിഫ്റ്റിനുള്ളതാടാ. ഇത് ഡ്രിഫ്റ്റിനുള്ളതാ. ഇത് റേസിംഗ് കിറ്റല്ലേ. ഇത് തോന്നണത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി ഒരു വണ്ടി കേട്ടാ. സ്ഥലം കഴിഞ്ഞു. ചതി ചതി ചതി. എങ്ങോട്ടുള്ളതാ? എടീ കൊക്കയിലിടാനുള്ള സാധനമായിരുന്നത്. അല്ല ഇതില് കയറ്റി കൊണ്ടോന്ന് തോന്നണ്. ആ അതേ കൊണ്ടുപോന്ന്. എന്നെ കൊണ്ടുപോകുന്നേ. എങ്ങോട്ടാണോ കൊണ്ടുപോണേ? കാറിന് പോഞ്ഞാലേ. എവിടെ പോണിത്? ഓ താഴത്തോട്ട് തന്നെ എത്തിക്കോ. വെള്ളത്തിടാൻ കൊണ്ടുപോണോ എടാ? ആ ഇത് വേറെ അറ്റത്ത് കൊണ്ടെത്തിച്ചെന്നെ. ഓ ബൂസ്റ്റ്. ഓഫ് റോഡ് ഉണ്ട്. ഇല്ല കൊള്ളാം കേട്ടോ. ആ ഇടിച്ച് ഇല്ല. മോനെ കഴിഞ്ഞു. നൈട്രോ കഴിഞ്ഞു. കൊണ്ടുപിടിക്കും പറ്റിയ ട്രാക്ക്. എന്റെ പൊന്നോ, റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ട്രാക്ക് കിട്ടിയ പൊളിക്കും അല്ലേ? വണ്ടി പൊളിക്കും. വണ്ടി പൊളി 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 വണ്ടി പൊളി. കൂടെ കയറി പോകാൻ പറ്റുമോ? എടാ ആളെ കളിയാക്കുന്നത് എന്തൊരു കളിക്കുന്നവര്. എനിക്കതല്ല അറിയാത്തത്. പിന്നെ അങ്ങനെ പുറത്തിറങ്ങും. അതാണ് എനിക്കറിയാത്തത്. പുറത്തിറങ്ങണ എങ്ങനെയാന്ന് എനിക്കറിയില്ല. നമ്മൾ പെട്ടു ഗൈസ്. ഓ ബാക്ക് ടു ടൗൺ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വാങ്ങിയ തിരിച്ച് സ്വിച്ചിലൊന്നുമല്ല. അപ്പൊ നമ്മളത് തീർന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ലംബോർഗിനിയും മോഡിഫൈ ചെയ്തു. ട്രാക്ക് റേസ് കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ ഒറ്റ ലക്ഷ്യം GTR ആണ്. അവൻ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവന് പുറത്തിറക്കുന്ന വണ്ടി കൂടി ക്ലീൻ ചെയ്തിട്ടുള്ളൂ. വേണ്ട വേണ്ട വേണ്ട, നാട്ടുകാരെ വണ്ടി പിന്നെ ക്ലീൻ ചെയ്യും. ഇത് വണ്ടിക്ക് എന്തിനു പറ്റിയാ? ഇല്ല. ഓക്കെ, വണ്ടിയൊക്കെ പക്ക കണ്ടീഷനാണ്. അപ്പൊ സെറ്റ്. അപ്പൊ നമ്മൾ വീടും വാങ്ങി. ഇനി വണ്ടി അതിന് വെക്കണ
ഞാൻ നോക്കട്ടെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ മൊത്തം BMW ആക്കിയിട്ട് നമുക്കൊരു BMW ഷോറൂം എന്നിട്ട് അങ്ങോട്ട് തുടങ്ങാം. എന്നിട്ട് ഒരു ദിവസം നമ്മൾ ഫുൾ BMW കാർസ് കളക്ട് ചെയ്യുന്നു, വണ്ടി ഫുൾ സെല് ചെയ്യുന്നു. ഈ വണ്ടിക്കൊരു പ്രശ്നമില്ല എന്നാ, ഈ വണ്ടിക്കാ വണ്ടി ഓക്കെ. അപ്പോൾ ഒരു ദിവസം ഓൺലി ഫോർ BMW വരുന്നതായിരിക്കും. ലംബോർഗിനിയും തുടങ്ങാം നമുക്ക്, കാശ് ഉണ്ടാക്കട്ടെ. ഓ ബ്ലാക്ക് ഏതാ ലുക്കല്ലേ. നോക്കട്ടെ, വണ്ടിക്ക് ഒരു പ്രശ്നമില്ല ചേട്ടാ. ക്ലീൻ ലുക്ക് ബ്ലാക്ക് വണ്ടി. ഇതൊക്കെ BMW ഷോറൂം തുടങ്ങാനുള്ള വണ്ടികളാണ് കിടക്കുന്നത് മൊത്തം. ഓക്കെ സെറ്റ്. ലംബോർഗിനി കുട്ടപ്പനാക്കി. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വണ്ടി ഡാമേജ്ഡാണ് കേട്ടാ. വണ്ടി നമ്മങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഈ പോയിന്റ്സ് കിട്ടും, XP. അത് വെച്ചിട്ടാണ് നമുക്ക് എന്താ മറ്റേ ഇത് എന്താ പറയുക, ഈ ആളുടെ അപ്ഗ്രേഡ്, അങ്ങനെ ഓരോ അപ്ഗ്രേഡൊക്കെ പറ്റുക. നമുക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ പെയിന്റ് അടിക്കണതിൻ്റെ കാശൊക്കെ കുറഞ്ഞു കിട്ടും. കൊടുക്കത്ത റേറ്റ് അപ്പോൾ പെയിന്റ് അടിക്കാൻ. അടുത്തൊരു മസ്താങ് വർക്ക് ചെയ്യണല്ലേ. മസ്താങ് വെച്ചിട്ട് ഡ്രാഗ് റേസും പോകണം. ഓക്കെ അത് സെറ്റാക്കാം നമുക്ക് കേട്ടാ. എടാ ഇന്നും കാർ ഓപ്ഷൻ ഉണ്ട് 3 മണിക്ക്. സമയം എത്ര ആയിട്ടുണ്ടായിരുന്നുള്ള ഞാൻ ഇറന്ന് നോക്കില്ല കേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. കാർ ഓപ്ഷൻ ഉണ്ട്, കാർ ഓപ്ഷൻ. അവിടെ ഇന്നെങ്കിലും എനിക്ക് GTR കിട്ടിയാൽ മതിയായിരുന്നു. നോക്കട്ടെ, 12:46 12:46. ഇത് ശരിക്കും BMW തന്നെയല്ലേ? BMWന്റെ അല്ല ഇല്ല, വേറൊരു മോഡൽ. വണ്ടി ഫുൾ ക്ലീൻ. ഈ വണ്ടി കൊണ്ടുപോകാം നമുക്ക് ഓപ്ഷന്. മൊത്തം ഓപ്ഷന് കൂടി വേണ്ടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ വണ്ടിക്കൊരു വെറൈറ്റി കളർ അടിച്ചു കൊടുത്താലേ. എല്ലാം ഉണ്ടാ. എന്തൊരു പൊട്ടിട്ടതാണ്. ഓക്കെ അത്രേ ഉള്ളൂ. മഞ്ഞക്കാറ്. ടാക്സി 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 ടാക്സി. ഡീലർഷിപ്പ് കണ്ട ഏതാ ലുക്കല്ലേ, ശരിയായ ലുക്ക്. കുതിര ചെരിഞ്ഞു പോയാ? കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെയും തോന്നുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ഉടായ്പ ഉണ്ട്. ഇന്ന് വണ്ടി ഓപ്ഷനുള്ള വണ്ടി ഏതൊക്കെയെന്ന് അറിയാൻ പറ്റുന്നത്, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലേ. തെറ്റി. അതെങ്ങനെ ഇരുന്നടാ? എടാ 3 മണിയായി. അയ്യോ ഹെർബി കുഴപ്പമില്ല.
എടുത്ത് എനിക്കൊന്നും വേണ്ട, പെട്ടെന്ന് പോ. GTR എന്തോ ഒരു ടൈപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. എടാ ഓടി, ഇതൊരു വണ്ടിയൊക്കെ ഒരു കൊണ്ടുവരുന്ന $6000 വണ്ടിയൊക്കെ. പോ ഏത് വണ്ടി? ഇത് വിൻറ്റേജ് വണ്ടി കേട്ടോ, ഇതെടുക്കാം. ഇതെടുക്കാം. എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നും ഇല്ല GTR. ഈ വണ്ടി ഡാമേജ് ഞാൻ അടിച്ചപ്പോൾ ഇല്ല. ഇത് ആരുടെ വണ്ടി ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്നാലും പ്രശ്നമൊന്നുമില്ല. $9,50,000 എൻ്റെ കയ്യിൽ. ഈ വണ്ടി വെക്കാനിടാം. കുറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. സൗണ്ട് കേട്ടോ. മറ്റേ വണ്ടിയും വെക്കാനിട്ടേക്കാം. ഓഫീസ്, അയ്യോ വെബ് കുറെ മോഡിഫൈ ചെയ്താ. അത്യാവശ്യം റേറ്റ് ഇട്ടാണ് ഞാൻ കൊടുക്കൂല. 3 ലക്ഷം. കട തുറക്കാണ്ട് ആരും എനിക്കാനാ. എടാ ഓ വണ്ടി അങ്ങോട്ടാണോ പോയത്? പണി കഴിഞ്ഞ വണ്ടിയുടെ പണി കഴിഞ്ഞ ആ വണ്ടിക്ക് പണിയില്ലല്ലേ ഇനി? ഞാൻ അറിയാണ്ട് വന്നാലേ. റിവേഴ്സിന് സ്പീഡ് വരാം കേട്ടോ വണ്ടിക്ക്. റിവേഴ്സിൽ ഒരു 100-110 കയറണം ശരിക്കും. എന്തൊരു റിയലിസ്റ്റിക് ഇല്ല. ഓക്കെ, വിൻറ്റേജ് കാർസ് കൊള്ളാം. പക്ഷേ വണ്ടി ലുക്കുണ്ട്. അപ്പോൾ ഈ 2 വണ്ടി കൂടെ അങ്ങോട്ട് വിറ്റിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. കസ്റ്റമർ ആരുല്ലേ? അവിടെ കടപ്പടക്കും. ഇവരെന്താരും വരാത്തേ? വഴി ആ മോഡിഫൈഡ് വണ്ടി ഇത് കൊടുക്കൂല കേട്ടോ. ഈ വണ്ടി ഒന്നും ഒരിക്കലും കൊടുക്കാനുള്ള വണ്ടികളല്ല കേട്ടാ. ഇത് ലൈക്ക് ഇതിൻ്റെ ഇവിടെ കിടക്കുന്ന മോഡൽസ്. ഓ എനിക്കൊരു ഐഡിയ കിട്ടി. ഈ സംഭവം ഇവിടെ ഞാൻ എല്ലാ വണ്ടി മോഡിഫൈ ചെയ്തിടും. എന്നിട്ട് ഞാൻ വരുന്ന വീഡിയോസിൽ ഇപ്പോൾ ഓടി മാത്രമായിട്ട് സെല് ചെയ്യുന്നൊരു ഇത് വരും വീഡിയോ. അതായത് അന്ന് ഷോറൂമിൻ്റെ അകത്ത് ഓടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുൾ ഓടി ആക്കിയതിൻ്റെ ശേഷം ഞാൻ കട തുറന്ന് വിൽക്കാനിടും. അതിന് നടുക്കൊക്കെ ഇടുന്ന് കറങ്ങാൻ പോകുന്ന വണ്ടി ഇതായിരിക്കും. ഓക്കെ, അതിൻ്റെ അടുത്ത ദിവസം പോർഷെ ഓൺലി, അതിൻ്റെ അടുത്ത ദിവസം ലംബോർഗിനി ഓൺലി, BMW ഉണ്ട്, മസ്താങ് ഉണ്ടാവും, സുപ്ര ഉണ്ടാവും. അങ്ങനെ കുറച്ച് വണ്ടികൾ ഓടിയിൽ ഇതൊക്കെ പെടും കേട്ടാ. പിന്നെ BMW ഞാൻ മോഡിഫൈ ചെയ്യാൻ പോണത് ആ വണ്ടിയാണ്. പക്ഷെ ഇതൊക്കെ വെക്കും. അങ്ങനെ വെക്കാം. ഇതിപ്പോൾ ഇന്ന് എന്തായാലും വെക്കാൻ പറ്റും തോന്നുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ വെക്കാം. ഇത് കടപ്പടക്കും. രാത്രിയായി, ആരും വരുന്നില്ല. നൈറ്റായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പോവും. പിന്നെ എന്തെന്നാല് ഭയങ്കര നാണം കേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അടുത്ത വീഡിയോ ഞാൻ എന്താ ചെയ്യാനുള്ളത്? ഞാൻ ചെയ്യാനില്ല. ഞാൻ ഇത് പറയട്ടെ, ഇത് പൊളിച്ചാലോ എന്ന് ആലോചിക്കുക. ഈ മോളിത്തൊരു നില ഒറ്റ നില മതി, അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോണ്. അപ്പോൾ ബൈ ബൈ ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് പോയാൽ പോരെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, ടാറ്റാ.